ക്ലൈമറ്റൊക്കെ ഇപ്പോൾ നല്ല ചൂടായി വരികയാണ്. അപ്പോൾ ആ ചൂടിന്ന് നമ്മുടെ ഉള്ളൊന്ന് തണുപ്പിക്കാൻ പറ്റുന്ന ഒരു നാരങ്ങാ വെള്ളമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. വെറും നാരങ്ങാ വെള്ളമല്ല കേട്ടോ, സോഹാർ ലൈം ജ്യൂസാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. സോഹാർ ലൈം ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാനിവിടെ കുറച്ച് കസ്കസ് എടുത്തിട്ട് അതിനെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മാറ്റി വെക്കാം. നമ്മൾ ഈ ജ്യൂസ് റെഡിയാക്കി വരുമ്പോഴേക്കും അതും സെറ്റായിട്ടുണ്ടാവും. ഇത് നിർബന്ധമില്ല കേട്ടോ, പക്ഷേ ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ നമുക്ക് വേണ്ടത് 2 നാരങ്ങയാണ്. ഞാനിപ്പോൾ 2 നാരങ്ങ യൂസ് ചെയ്തിട്ടാട്ടോ ഉണ്ടാക്കുന്നത്, കാരണം എൻ്റെ ഗ്ലാസ് കുറച്ച് വലുതാണ്. ഇനി നമുക്ക് ഈ നാരങ്ങയുടെ നീരൊന്ന് പിഴിഞ്ഞെടുക്കണം. ഈ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഡയറക്റ്റ് അങ്ങ് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മൾ നാരങ്ങ അങ്ങനെ ഇട്ടിട്ട് ജ്യൂസ് അടിക്കുന്നില്ല, ആ ഒരു കയ്പിൻ്റെ രസം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നീര് മാത്രമാണ് പിഴിഞ്ഞെടുക്കുന്നത്. അപ്പോൾ 2 നാരങ്ങ വേണമെന്നില്ല, ചെറിയ ഗ്ലാസ്സൊക്കെ ആണെങ്കിൽ 1 നാരങ്ങ വെച്ചിട്ട് തന്നെ 2 ഗ്ലാസ് വെള്ളം ഉണ്ടാക്കാം. എൻ്റെ ഗ്ലാസ് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് വലുതാണ്, അതുകൊണ്ടാണ് ഞാൻ 2 നാരങ്ങ ഫുള്ളായിട്ട് എടുത്തത്. അപ്പോൾ ഞാനിപ്പോൾ നീര് കംപ്ലീറ്റ് മിക്സിയുടെ ജാറിലേക്ക് പിഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് ഇത്രയും സാധനങ്ങളാണ്. ഈ ഒരു വലുപ്പത്തിലുള്ള ഒരു ഇഞ്ചിയുടെ പീസ്, ഈ ഒരു വലുപ്പം മതി കേട്ടോ, 2 നാരങ്ങ ആവുമ്പോൾ, അല്ലെങ്കിൽ ഇതിലും ചെറുത് മതി. പിന്നെ ഒരു 4 ഏലക്ക, അതേപോലെ ഞാനിവിടെ പുതിനയുടെ ഇല എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 8 പുതിനയുടെ ഇല ഉണ്ടാകും. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇതിൽ ഇഞ്ചി നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ, നന്നായിട്ട് അരയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്കതുപോലെ ഇതിൽ ഏലക്കായ്ക്ക് പകരം ഏലക്ക പൊടിച്ചതുണ്ടെങ്കിൽ അത് ചേർക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഏലക്ക പൊടിയുണ്ട്, ഞാനതുകൊണ്ട് ഏലക്ക പൊടിച്ചതാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പുതിനയുടെ ഇലയില്ലേ, അതും ഈ നാരങ്ങ നീരിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഏലക്കപ്പൊടി ഞാനിവിടെ ഇത്ര അളവെന്ന് ഞാൻ പറയുന്നില്ല, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം. ഞാനെന്തായാലും ഒരു ടീസ്പൂണോളൊക്കെയാണ് ഇടുന്നത്, ഒരു 1-1.5 ടീസ്പൂണോളം അത്രേ ഇടുന്നുള്ളൂ. പിന്നെ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം, നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ 4 സ്പൂണോളം പഞ്ചസാരയാണ് ചേർക്കുന്നത്, കാരണം ഇത് അത്യാവശ്യം മധുരം വേണം, എന്നാലല്ലേ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നമ്മൾ പഞ്ചസാരയും ചേർത്തു. ഇനി ഇതിനെ നമുക്ക് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. വെള്ളം ചേർക്കരുത് കേട്ടോ, ആ നാരങ്ങാനീരിലിട്ടിട്ട് വേണം ഇതിനെ ഒന്ന് അടിച്ചെടുക്കാൻ. ഞാനിപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിനയിലയും അതേപോലെ ഇഞ്ചിയൊക്കെ നന്നായിട്ടൊന്ന് അതിൽ ചെറുതായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് അരിച്ചെടുക്കാം, കാരണം ഇഞ്ചിയുടെയൊക്കെ ചെറിയ പീസസ് ഉണ്ടാവില്ലേ, അപ്പോൾ അത് കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊന്ന് അരിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു അരിപ്പയിലേക്ക് ഇത് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. അതിൻ്റെ ആ നീര് മാത്രം മതി നമുക്ക്. നന്നായിട്ട് നമ്മൾ അരിച്ചെടുത്തു, അതിന് നീര് മാത്രമായിട്ട് കിട്ടി. ഇനി നമ്മളിപ്പോൾ ഇതിൻ്റെ തുടക്കത്തിൽ കണ്ടപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, 2 കളറിലുള്ള ലൈം ജ്യൂസാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഗ്രീൻ കളർ ഉണ്ടത് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഈ നീരിൻ്റെ കറക്റ്റ് പകുതി ഞാൻ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു. എന്നിട്ട് മറ്റേ ഗ്ലാസ്സിലേക്ക് നമുക്ക് കളറിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് ബീറ്റ്റൂട്ട് എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കാം. അപ്പോൾ തിളച്ച് കഴിയുമ്പോൾ ആ വെള്ളം ഇതുപോലെ നല്ലൊരു റെഡ് കളറായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് റെഡ് ഫുഡ് കളറിന് പകരം ഇത് യൂസ് ചെയ്യാം കേട്ടോ, നല്ല നാച്ചുറലായിട്ടുണ്ടതാണ്, ഒരു കേടുമില്ല, നമ്മുടെ ബീറ്റ്റൂട്ടിൻ്റെ അല്ലേ. പിന്നെ ഇത് ഒഴിച്ചു എന്ന് വെച്ചിട്ട് ബീറ്റ്റൂട്ടിൻ്റെ ഒരു ടേസ്റ്റും വരില്ല. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ബാക്കിയുള്ള നാരങ്ങ നീരിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല റെഡ് കളറായി വരും. എന്നിട്ട് അത് മറ്റേ ഗ്ലാസ്സിലേക്കും ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാൻ ജസ്റ്റ് നമുക്കൊന്ന് കളർ മാറ്റിയിട്ട് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടോ, ഗസ്റ്റൊക്കെ വരുമ്പോൾ രസമല്ലേ, അതിന് വേണ്ടിയിട്ട് മാത്രമാണ്, അല്ലാതെ ബീറ്റ്റൂട്ട് ഒഴിച്ചു എന്ന് വെച്ചിട്ട് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റും ഇല്ല. ഇനി നമുക്കിതിലേക്ക് നല്ല തണുത്ത വെള്ളം അങ്ങ് ഒഴിച്ചെടുത്താൽ മതി. ഈ 2 നാരങ്ങാനീര് ഒഴിച്ച് വെച്ച ഗ്ലാസ്സുകളിലേക്കും നമ്മൾ നല്ല തണുപ്പുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഐസ് ഇടേണ്ടവർക്ക് ഐസ് ചേർക്കാം കേട്ടോ, ഞാനിപ്പോൾ ഐസ് ചേർക്കുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നല്ല 2 കളറിലുണ്ട് ലൈം ജ്യൂസ് കിട്ടിയില്ലേ. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിയ സീഡ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിയ സീഡ്സ് അല്ലെങ്കിൽ കസ്കസ് എന്നൊക്കെ പറയും, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ കസ്കസ് ചേർത്താൽ അതിങ്ങനെ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്, അതേപോലെ കാണാനും നല്ല രസമാണ് അതിങ്ങനെ മുകളിലേക്ക് കിടക്കുമ്പോൾ, അതുകൊണ്ടാണ് നമ്മൾ കസ്കസ് ചേർക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പഞ്ചസാരയൊക്കെ നോക്കാം, മധുരം കുറവായി തോന്നുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 കളറിൽ, ഈ റെഡ് കളറിലുണ്ട് നല്ല ഭംഗിയില്ലേ കാണാനും, അതുകൊണ്ടാണ് ഞാൻ റെഡ് കളറിൽ റെഡിയാക്കിയത്. ഗസ്റ്റൊക്കെ വരുമ്പോൾ വേണമെങ്കിൽ നമുക്ക് 2 കളറിലൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാമല്ലോ. ആ ബീട്രൂട്ടിൻ്റെ നീര് റെഡിയാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം നമുക്ക്, അപ്പോൾ പെട്ടെന്ന് വേണമെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് കുടിച്ച് നോക്കാം, ഈ ചൂടത്ത് ഉള്ളൊന്ന് തണുക്കാൻ വളരെ നല്ലതാണിത്.